ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. അങ്ങനെ ബസൂക്കയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങി. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മലയാള സിനിമയുടെ ഏറ്റവും ഗംഭീര ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ്. ബസൂക്കയുടെ ട്രെയിലർ ഇറങ്ങിയ ആ ഒരു ട്രെയിലറിൻ്റെ റിയാക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ഒരു കാര്യം പറയാം, മമ്മൂട്ടി ആരാധകരും മലയാളികളും ഭാഗ്യവാന്മാരാണ്. ഏതെങ്കിലുമൊക്കെ സിനിമ കാണുമ്പോൾ സ്റ്റൈലാണ് എന്നുള്ള ഓരോ നടന്മാരെ വെച്ചിട്ട് അവരുടെ ആരാധകർ പറയുമ്പോൾ ഇപ്പുറത്ത് നിന്ന് കാണുന്ന സാധാരണക്കാരന് തോന്നും ഇതാണോ സ്റ്റൈൽ എന്ന് തോന്നും. പക്ഷേ മമ്മൂട്ടി സിനിമകൾ കാണുമ്പോൾ ഒരു കാര്യം പറയാം, സ്റ്റൈൽ ക ബാപ്പ് എന്ന് പറഞ്ഞാൽ അത് മമ്മൂട്ടി തന്നെയാണ്. ഈവൻ സൽമാൻ ഖാൻ പോലും മമ്മൂട്ടിയുടെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന മമ്മൂട്ടി ആരാധകർക്കും മലയാളികളുടെയും സന്തോഷം തന്നെയാണ്. ഒരു സ്റ്റൈലിഷ് ഗെറ്റപ്പിൽ ഒരു സംഭവം ചെയ്താൽ ഇങ്ങനെയായിരിക്കണം ലുക്ക് എന്നുള്ളതാണ്. ബാക്കിയുള്ളവരൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും പുറത്തു നിന്ന് നമുക്ക് ചോദിക്കാൻ, ഈ കിളവനെയും വല്യപ്പനെയൊക്കെ പിടിച്ച് സ്റ്റൈലാണെന്ന് പറഞ്ഞ രണ്ട് കോട്ട് വിട്ട് ഒരു തോക്കം കൈ കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമോ? ഇന്ന് ഇന്ത്യൻ സിനിമയിലുള്ള എല്ലാവരും 55-60 വയസ്സിന് മുകളിലുള്ള നായകന്മാരാണ് എന്നുള്ളതാണ്. ആകെ അങ്ങനെ തോന്നാത്തത് രജനീകാന്തിനെ മാത്രമാണ്. ഇവിടെ വ്യത്യസ്തമാകുന്നത് മമ്മൂട്ടിയുടെ ഈ ഒരു ഗെറ്റപ്പ് തന്നെയാണ്. ഏത് വേഷം കൊടുത്താലും മമ്മൂട്ടിയുടെ സ്റ്റൈൽ അപാരം തന്നെയാണ്. ഇവൻ പ്രശ്നക്കാരനാണ് എന്നുള്ളതിന് ഉറപ്പാണ്, 100 കോടി ഉറപ്പിക്കാം. ഈ ഒരു ട്രെയിലർ നൽകുന്ന സൂചനയും അത് തന്നെയാണ്. ക്വാളിറ്റി സ്റ്റഫ് തന്നെയാണ്, മിനിമൽ എമൗണ്ടിൽ ക്വാളിറ്റി സ്റ്റഫ് ഇറക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന സിനിമയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ ക്വാളിറ്റി വൈസ് നമ്പർ 1 ആയിരിക്കും ഈ ഒരു സിനിമ. നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ തന്നെ ഇത് ഉറപ്പിച്ച് പറയും. അതുപോലെ തന്നെ സ്റ്റൈൽ കബാബ്, നമ്മൾ ഏത് സിനിമ എടുത്തു നോക്കിയാലും അതിലെ നായകൻ്റെ രൂപം മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് അല്ലെങ്കിൽ സാധാരണ ആളുകൾ അറിയാതെ മനസ്സിൽ ചിന്തിച്ചു പോകും. കാരണം ഇപ്പോൾ മമ്മൂട്ടിയുടെ ആ ഒരു ലുക്ക് തന്നെ നോക്കുക, എന്ത് രസമായിട്ടാണ് ആ ഒരു ലുക്ക്. ദൈവം കൊടുത്തിരിക്കുന്ന ലുക്ക് തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. എന്താണേലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം, അതിനകത്തിലെ ചില ഡയലോഗുകളൊക്കെ കുറിക്ക് കൊള്ളുന്നതാണ്. അതായത് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുമ്പോൾ പട്ടിയെ ഒന്ന് ഞോണ്ടി നോക്കുക, പൊക്കിളിന് ചുറ്റും സർക്കിൾ ഇട്ടുതരും എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് തന്നെ കിടുക്കനായിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ പലപ്പോഴായി കാണുന്നത്. പലപ്പോഴും ഒരുപാട് കുരച്ച് കഴിയുമ്പോൾ കടിക്കില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ ഒരു ഒന്ന് ഞോണ്ടിക്കഴിഞ്ഞാൽ അറിയാം. ചില ചാനലിൽ വന്ന് ഈ പറഞ്ഞ പോലെ കമൻസ് ഇടുന്ന കമൻസ് ഇടുന്നവന്മാരെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞാണ്, അപ്പോൾ കടി കിട്ടുന്നത് എങ്ങനെയെന്ന് പലരും കാണിച്ചു തരും, നമ്മൾ എല്ലാവരും ഉൾപ്പെടെ എന്നുള്ളത്. അത് ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. എന്താണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമ 100 കോടി ഉറപ്പിക്കാം. കാരണം അമ്മാതിരി കിടുക്കൻ സാധനം തന്നെയാണ്, മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ അതിമനോഹരവും അതിഗംഭീരവുമായിട്ടുള്ള ഒരു വെറൈറ്റി പടവുമായിരിക്കും എന്നുള്ളതിന് ഉറപ്പ് തന്നെയാണ്. ഇന്ന് ഈ ഒരു ട്രെയിലർ ഇറങ്ങുമ്പോൾ നൽകുന്ന സൂചനയും അത് തന്നെയാണ്. ഒരു ഗെയിം ത്രില്ലർ എന്ന് തന്നെ പറയാം, ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം. മോളിവുഡിൻ്റെ ഗെയിം ചേഞ്ചർ ആയിരിക്കും. 25 കോടി ബഡ്ജറ്റിൽ വന്ന് ഇതിന് മുന്നേ ഇറങ്ങിയ ഏത് സിനിമയും, എത്ര വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന സിനിമയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന മികവുള്ള ചിത്രം തന്നെയായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് എന്താണേലും തീ തന്നെയാണ്, അമ്മാതിരി സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേ മീഡിയാസ്.